ലിസൺ ടു മീ. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ, കുഞ്ഞിനെ നല്ലോണം നോക്കണേ. ആഹാരമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗിയും വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ നോക്കുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. പിന്നെ എഴുതാൻ വിട്ടുപോയി, 2 ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? എന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കാം. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്. ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോൾ കൊണ്ട് എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം. നിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ 3 പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ. 3 പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ? അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജ് എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഉമ്മ വയ്ക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മ വെച്ചോളൂ. കെട്ടിപ്പിടിക്കില്ല സാറേ. കുഞ്ഞു മോളെ ആര്യപുത്രി, കരയല്ലടി പൊന്നെ. ഇങ്ങിട്ട് കുജാര ഇങ്ങിട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടി കുട്ടി കിടന്ന് കരയുന്നുണ്ടല്ലേ? അതെ, കരയാണ്. അതുകൊണ്ടല്ലേ പാട്ടുപാടി ഓർക്കണേ. നിങ്ങൾ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നേ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ ഇങ്ങോട്ട് തന്നു. മാനത്തെ പാൽക്കടവിൻ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. മാനത്തെ പാൽക്കടവിൻ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. എനിക്കൊരു മേറ്റർ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എനിക്കിവിടെ എന്റെ ജോലി. തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ? ബാർഗെയിൻ ചെയ്യാനല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ പരിപാലനത്തിൽ വേറൊരാൾ കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? കുട്ടിയെ ശിശുപാലന് വിട്ടുതരൂ. എനിക്ക് കുട്ടിയെ താരാട്ട് പാടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. അതൊരു ശീലമായി പോയി. രാത്രി ഇവിടെ കിടന്നോട്ടെ. ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ ഇത് HMTയോ അപ്പോളോ ടയേഴ്സോ ഒന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ തോഷിബാനെന്തിലോ FSCలో പൊക്കോളൂ. അല്ലെങ്കിൽ എവിടേക്കിനും പൊക്കോ. ഇയാൾക്കെന്താ ഭ്രാന്താണോ? ഞാൻ നല്ലൊരു താരാട്ട് പാടിയിട്ട് ഈ കൊച്ചിനെ ഉറക്കാൻ പോവാണ്. അതിനി ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. വരൂ കുട്ടി. ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശഗുനമാണു ഞാൻ. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കിങ്ങിണി, കല്ലെറിയല്ലേ കരിങ്കല്ലെറിയല്ലേ. കരിങ്കല്ലുകൾ കൊണ്ടെന്നെ എറിയാലാം. കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടല്ലേ? താങ്കൾ ഉറങ്ങുക. ആ കുട്ടി കുറച്ചു നേരം അവിടെ കിടന്ന് കരയട്ടോ.
എനിക്ക് ആ കരച്ചിലായിട്ടല്ലേ ഉറക്കം വരുള്ളൂ. അതങ്ങനെ ഒരു ശീലായി പോയി. നീ കൊച്ചിനെ ഇറ. കഷ്ടം കേട്ടാ. ദേ ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങൾ കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. നിങ്ങൾ ഉറങ്ങിയിട്ട് കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാ? കിങ്ങിണി കിങ്ങിണി നിന്റെ അമ്മൂമ്മ. ദേ ഇവിടെ എഴുതിട്ടിരിക്കുന്നുണ്ടല്ലേ കിങ്ങിണി അമ്മൂമ്മ. മോളെ കിങ്ങിണി കിങ്ങിണി. ഞാനിപ്പോ ഉറങ്ങാൻ എന്താ ചെയ്യാ? കീ കൊടുത്ത കരണ് ഒരു പാവം കൂടി കിട്ടാനില്ല. ഓരോരോ ശീലങ്ങൾ വന്ന എന്താ ചെയ്യാ? ഉറങ്ങ തന്നെ അല്ലാണ്ട് എന്ത് ചെയ്യണേ? ഇല്ല, കിട്ടിയില്ല. ആൾക്കോള് കിട്ടിയില്ല. കൊടുത്തയക്കോ? ആ പ്ലീസ് ഹോൾഡ് ഓൺ. അവളൊന്ന് സംസാരിച്ചേ, ഒന്ന് പിടിച്ചേ, സംസാരിക്കേ, പിടിക്കടേ. ആൽക്കഹോൾ കിട്ടിയ അപ്പൊ അവന് തന്നോളട്ടാ. എന്താ ലാംഗ്വേജ് പ്രോബ്ലം ആണോ? നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ. ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം. മറാത്തി, തെലുഗു, കന്നഡ, മലയാളം. ആരൊക്കെയാണ് നിങ്ങൾ? അനന്തപത്മനാഭൻ ഇവിടെയല്ലേ താമസം? ഓ മലയാളീസ് ആണല്ലേ? അതെ. മലയാളീസ് വളരെ ഡെർട്ടി ഫെല്ലോസ് ആണ്. എന്നാലും പറയൂ, വാട്ട് ഈസ് ദി പ്രോബ്ലങ്ങൾ? അനന്തപത്മനാഭനെ ഒന്ന് കാണണം. ആര്? അനന്തപത്മനാഭൻ. അതിന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ. തിരുവനന്തപുരത്ത് ചെന്ന് കാണാമല്ലോ. ടെമ്പിളില്ലേ ടെമ്പിള്? നീ അദ്ദേഹത്തിന്റെ ബ്രദറെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ പോയാൽ മതി. അവിടെ ഉണ്ട് ടെമ്പിള്. അല്ല, ഇവിടെ താമസിക്കുന്ന അനന്തപത്മനാഭൻ. അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ആളിവിടെ താമസിക്കണില്ല. ഇവിടെ ഞാനും എന്റെ കുറച്ച് സഹപ്രവർത്തകരും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരു മലയാളീസ് ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല, അതെ. ബാർഗെയിൻ ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഇല്ലേ, ഉണ്ടെങ്കിൽ ഞാൻ തരില്ല. ഇവിടെ ഇല്ല. ഉണ്ടാക്കി തരാൻ പറ്റുമോ? പൊക്കോളൂട്ടോ. കിട്ടുമ്പോ തരാം, എടുത്തു വെക്കാം. പൊക്കോളൂട്ടോ. ഈ മലയാളീസിന് വേറെ പണിയൊന്നുമില്ലേ? ഇവർക്ക് വല്ല മിലിറ്ററി പോയി ചേർന്നൂടെ? എനിക്ക് ചാവാൻ പേടിനെ. കൊള്ളന്മാരല്ലേ ഇവര്? അറ്റ്ലീസ്റ്റ് ആ സ്ത്രീ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? ബാർഗെയിൻ ചെയ്യരുത്. വരുന്നവരൊക്കെ ആരാണ്, എവിടുന്ന് വരുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ അതിന് നിങ്ങൾ ശമ്പളവും തരണില്ലല്ലോ. ശിശുപരിപാലനം മാത്രമാണ് എന്റെ ജോലി. പിന്നെ ശിശു സംരക്ഷണവും അതിൽ പെടും. അതുകൊണ്ടാണ് കുട്ടിയെ ചോദിച്ചപ്പോ ഞാൻ കൊടുക്കാതിരുന്നത്. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാമേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ കിങ്ങിണി അന്വേഷിച്ച് അവർ ഇനിയും വരും. അമ്മയാണെന്ന് തെളിവൊന്നുമില്ലല്ലോ. ചേഷ്ടകളും ഗോഷ്ഠികളും കണ്ടിട്ട് അമ്മയാണെന്ന് ഉറപ്പാ. മദർ ഫീലിങ്സ് കണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത്രയും നാളായിട്ടും ഒരാളും അന്വേഷിച്ചു വരായിരുന്നപ്പോ കരുതി ഇനി ആരും വരില്ലെന്ന്. കുട്ടിക്ക് ഇങ്ങനെ ഒരു അവകാശമുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഓർഫനേജിൽ നിന്ന് ദത്തെടുത്താണെന്ന് കള്ളം പറഞ്ഞില്ലേ? കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒന്ന് ചലക്കാ പോടോ. കേട്ടോ പോണി? താൻ കൊച്ചാണെന്നോ പോയി കേട്ടോ ഉണ്ണി? ഓടോ. ഓ മലയാളീസിന് മലയാളീസിന്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. എന്റെ അമ്മോ, കള്ള കാട്ട് കള്ള. കുട്ടിയെ മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കാൻ നീ അല്ലേ? ഇന്നാ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ വരരുതെന്ന്? എന്റെ കുടിക്കുന്ന മണ്ണിൽ കഞ്ഞി വരണേ നോക്ക്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ലാംഗ്വേജ് പ്രോബ്ലം ആണോ? ഞാൻ ബാർഗെയിൻ ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യരുത്. ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞതാ. ഇനി താൻ ഇവിടെ നിന്നാൽ ഞാൻ പോലീസിനെ വിളിച്ച് തന്നെ വെടിവെക്കാനുള്ള ഏർപ്പാടുണ്ടാക്കും. ഇങ്ങനെയുണ്ടോ മലയാളീസ്? മലയാളീസ് എന്തെങ്ങനെ പെരുമാറണേ? നാട് കുട്ടിച്ചോറൊക്കെ നടക്ക. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുട്ടിയോ കുട്ടിയെ ഷെഡിയോ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കിങ്ങിണി എടോ, കിങ്ങിണി എവിടെ? എങ്ങനെയല്ലേ ഇത്? കിങ്ങിണി വിടറോ. ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഉറക്കി എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ കിടന്നത്. എന്റെ അമ്മോ, കുറച്ചു നേരത്തെ ആ പെരട്ട കിളവൻ വന്നിട്ടുണ്ടായിരുന്നു. ഏത് പെരട്ട് കളവൻ? ഇന്നാള് പറഞ്ഞില്ല ഒരു കിളവനും പെണ്ണും അവർ കൊണ്ടുപോയിട്ടുണ്ട്. കൊച്ചിനെ നോക്കാനല്ലേ ഇവിടെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് പാല് തുറന്നിട്ട് താൻ ഇവിടെ കിടന്ന് ഉറങ്ങുക. എടോ, ഞങ്ങൾ കിങ്ങിണി എവിടെ നിന്ന്? എനിക്കറിയില്ല. എന്താടാ കിങ്ങിണിയെ കാണുന്നില്ലടാ? ആരോ എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നു. നീതു, കിങ്ങിണിയെ കണ്ടോ? സുജി, കിങ്ങിണിയെ കണ്ടോ? എന്താ ഉണ്ണി? എന്താ എന്താ ഇങ്ങനെ കാണുന്നില്ല? എന്റെ അമ്മേ, ചോർ. ഓ ചോർ ചോർ. ചോർ ചോർ. क्या हुआ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഡോക്ടർ സാറേ. बच्चे के साथ खेलते थे. बच्चे के साथ खेलते थे. तुम सब जाओ, सब जाओ, सब जाओ. बच्चे के साथ खेलते थे. क्या तुम्हारा मदर टंग क्या है? मदर टंग क्या है? हिंदी. हिंदी. 15 दिन का पहले का मर गया का कुत्ता का गोश्त खाकर बच्चे के साथ खेलते थे. चपाती तुम जाओ. ഞാൻ സമ്മതിക്കില്ല.
അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അമ്മയുടെ താരാട്ട് കേട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങേണ്ടത്. പേറ്റുനോവിന്റെ ദണ്ണം പെറ്റ തള്ളക്കറിയൂ. താൻ പറ്റിട്ടുണ്ടോ? ഞാൻ പെറ്റിട്ടില്ല. പിന്നെ പെറ്റൊരു പറഞ്ഞു കേട്ടിട്ടുള്ളതാ പൊന്നെ. തനിക്ക് ഇവിടെ ജോലി ചെയ്ത് മതിയായെന്ന് തോന്നുന്നുണ്ടോ? എന്താ ചേട്ടപ്പ അങ്ങനെ ചോദിക്കണേ? താൻ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമില്ല, അത് വിശേഷിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഉണ്ണി പറയട്ടെ. എന്താ ശരിയല്ലേ? ഞങ്ങൾ കൊച്ചിനെ നോക്കാൻ വേറെ ആളെ നോക്കിക്കോളാം. എന്തോ എന്നെ ആരോ വിളിക്കുന്നുണ്ട്. 6 മാസം മുമ്പ് എനിക്ക് നോട്ടീസ് തരണം, എന്നെ പിരിച്ചുവിടാൻ പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം.